ഹലോ, അസ്സലാമു അലൈക്കും. എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? ഇന്ന് നമ്മൾ ഇഫ്താറിനൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ക്രിസ്പി ആയിട്ടുള്ള സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത് കേട്ടോ. രണ്ടും നല്ല കിടിലൻ ആയിട്ടാണ്. ഒരുപാട് നേരം ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും. പൊടി കുഴയ്ക്കുക, വാട്ടുക, പരത്തുക ഒന്നും ചെയ്യണ്ട. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് കേട്ടോ. ഞൊടിയിടയിൽ എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയും കൂടി ഇന്നത്തെ വീഡിയോയിലുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി ഞാനതൊരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 കപ്പോളം മൈദപ്പൊടിയാണ് എടുക്കുന്നത് കേട്ടോ. മൈദപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. ഞാനിവിടെ 1 കപ്പ് മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി, റോസ്റ്റഡ് റൈസ് ഫ്ലോർ ആണ് ചേർത്ത് കൊടുത്തത്. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര. ഇപ്പോൾ പഞ്ചസാര ഇല്ലാണ്ട് വേണമെങ്കിലും ഉണ്ടാക്കാം കേട്ടോ. ചേർക്കണം എന്നൊരു നിർബന്ധമില്ല. ഞാനൊരു 3 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഒരു നുള്ള് യെല്ലോ കളർ, അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഫ്ലേവറിന് വേണ്ടി കുറച്ച് ഏലക്കായൻ്റെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം, സാധാ നോർമൽ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കട്ടിക്ക് കലക്കിയെടുക്കണം കേട്ടോ. വെള്ളത്തിൻ്റെ അളവ് ഞാൻ എഴുതാത്ത എന്താണെന്ന് വെച്ചാൽ എത്ര വെള്ളം വേണ്ടി വരും എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. ഓരോരുത്തർ എടുക്കുന്ന പൊടിൻ്റെ കണക്കനുസരിച്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെ ചേർത്തിട്ട് കട്ടയില്ലാണ്ട് നല്ല സ്മൂത്തായിട്ട് ഒന്ന് കട്ടിക്ക് ഒന്ന് കലക്കിയെടുക്കുക. ലൂസായി പോകരുത് കേട്ടോ, കുറച്ചൊരു കട്ടിക്കാണ് വേണ്ടത്. ഈ ഒരു ബാറ്ററാണ് വേണ്ടത്. ഇതിപ്പോൾ ഞാൻ അങ്ങനെ പൊന്തിക്കുന്ന സമയത്ത് മനസ്സിലാകുന്നുണ്ടാവും എത്രത്തോളം കട്ടിയാണെന്നുള്ള. ഈ ഒരു രീതിക്കാണ് നമുക്ക് മാവ് വേണ്ടത്. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനെ അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ അടുത്തതെന്ന് പറയുന്നത് കുറച്ച് കോൺഫ്ലെക്സ് ആണ് ഞാൻ എടുക്കുന്നത് കേട്ടോ. കോൺഫ്ലെക്സ് കുറച്ചൊരു 3 കൈപ്പിടിയോളം കോൺഫ്ലെക്സ് എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് കൈ വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒന്ന് എന്താ പറയുക, ഒന്ന് പൊടിച്ചെടുക്കുക. നമ്മൾ മിക്സിയിലൊന്നും ഇടരുത്, ജസ്റ്റ് ഒന്നിങ്ങനെ കൈ വെച്ചിട്ട് ഒന്നിങ്ങനെ പൊടിച്ചാൽ തന്നെ കോൺഫ്ലെക്സ് അല്ല, പെട്ടെന്ന് ഇങ്ങനെ പൊടിഞ്ഞ് വരും. ഈ ഒരു രീതിയിൽ മതി. ഇങ്ങനെ പൊടിയായിട്ടൊന്നും അറിയില്ല അങ്ങനെ. പിന്നെ ബാക്കി നമ്മൾ ബ്രെഡ് ക്രംസ് ആണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു ബ്രെഡ് ക്രംസിൻ്റെ റെസിപ്പി എൻ്റെ ഇതിൽ കാണിച്ചിട്ടുണ്ട്, ഷോർട്സ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. റോസ്റ്റ് ചെയ്തിട്ടുള്ള ബ്രെഡ് ക്രംസ്, നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലത്തെ ബ്രെഡ് ക്രംസ് എങ്ങനെയാണ് വീട്ടിലുണ്ടാക്കുക എന്നുള്ളത് ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ബ്രെഡ് ക്രംസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കുക. ഇനിയിപ്പോൾ വേണ്ടത് നേന്ത്രപ്പഴമാണ്. ഞാനൊരു 5 നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര വേണോ അതിനനുസരിച്ച് എടുക്കാം. ഇത് ചെറിയ സൈസാണ്, വലിയ സൈസ് നേന്ത്രപ്പഴമല്ല, ചെറുതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മുറിക്കുന്ന രീതിയൊക്കെ ഓരോരുത്തർക്ക് വ്യത്യാസം ഉണ്ടാവും. ഞാനിത് ഒന്നിങ്ങനെ മുഴുവനായിട്ട് മുറിച്ചതിന് ശേഷം ഒന്ന് പകുതിയാക്കുന്നുണ്ട്. എന്നിട്ട് ഒന്നിനെ, അധികം തടിയില്ലാത്ത പഴമായതുകൊണ്ട് ഞാനിപ്പോൾ ഒന്നിനെ 2ആയിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിനെ തന്നെ ഇത് 3ആയിട്ടും 4ആയിട്ടും ഒക്കെ വേണമെങ്കിൽ മുറിക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇത് അധികം തടിയില്ലാത്തതുകൊണ്ട് 2ആയിട്ട് മുറിച്ചിട്ടുണ്ട്. അടുത്ത പഴം കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാനൊരു 3 പീസായിട്ട് മുറിക്കുന്നുണ്ട്. അതുപോലെ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് എത്ര പീസായിട്ട് നൈസായിട്ട് മുറിക്കണം അതിനനുസരിച്ച് മുറിച്ചെടുക്കുക കേട്ടോ. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് മുറിച്ചെടുക്കുക. ഈ ഒരു രീതിയിൽ ഞാൻ കംപ്ലീറ്റ് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിൽ നിന്ന് ഓരോ പഴം എടുക്കുക. ആദ്യം നമ്മൾ ഈ ഒരു മൈദൻ്റെ കൂട്ടിൽ ജസ്റ്റ് ഒന്ന് മുക്കിയെടുക്കുക. എന്നിട്ട് എക്സ്ട്രാ ഉള്ളത് നന്നായിട്ട് ഒന്നിങ്ങനെ തട്ടി കൊടുത്തിട്ട് എടുക്കുക കേട്ടോ. ഇത് കട്ടിയിലാക്കിയാൽ മാത്രമാണ് ആ പഴത്തിൻ്റെ മേലെ ഇതിങ്ങനെ ഒട്ടിപ്പിടിച്ച് നിൽക്കുകയുള്ളൂ. ഇനി ഇത് ഈ ഒരു ബ്രെഡ് ക്രംസിൽ നന്നായിട്ട് ഇതൊന്ന് കോട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഞാൻ തന്നെയാണ് ഫസ്റ്റ് യൂട്യൂബിൽ കാണിച്ചത് കേട്ടോ. ഒരു 3-4 വർഷം മുന്നേ ഞാൻ കാണിച്ചതാണ്. ഇതിന് ഞാൻ പേരിട്ട് എന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ ബനാന ഫ്രിട്ടേഴ്സ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഇട്ടത്, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അതിന് ശേഷം ഇത് ഒരുപാട് ആൾക്കാർ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഞാനൊന്നും കൂടെ കാണിക്കണമെന്നേ ഉള്ളൂ. പണ്ട് കാണിച്ച റെസിപ്പിയാണ് ഇത്. അതിൽ ഞാൻ ബ്രെഡ് ക്രംസ് മാത്രമാണ് കോട്ട് ചെയ്തത്. ഇന്നിപ്പോൾ അതിൽ കുറച്ച് കോൺഫ്ലെക്സും കൂടെ ഇട്ടുന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ചൂടായ എണ്ണയിലേക്ക് ഇങ്ങനെ ഓരോന്ന് നമ്മൾ പൊതിഞ്ഞ് വെച്ചതില്ലേ, അത് ഓരോന്നിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ഒരു മീഡിയം തീയിലിട്ടിട്ട് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടോ. ഒരുപാട് അങ്ങ് തീ കുറച്ച് വെക്കുക, കൂട്ടി വെക്കുക ഒന്നും ചെയ്യേണ്ടില്ല. ഒരു മീഡിയം തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി. ഒരു ഭാഗം ഒന്നൊരു ഗോൾഡൻ കളർ ആയി കഴിഞ്ഞാൽ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. നമ്മൾ സാധാരണ പഴംപൊരിയല്ലേ എപ്പോഴും കഴിക്കുക. ഇതെന്ന് വെച്ചാൽ നമുക്ക് പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, ഉൾഭാഗം നല്ല സോഫ്റ്റും ആയിരിക്കും കേട്ടോ. ഇത് ഒരുപാട് നേരം അങ്ങനെ ക്രിസ്പി ആയിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. നിങ്ങളിപ്പോൾ ഒരു ദിവസം വെച്ച് കഴിഞ്ഞാലും പിറ്റേന്നേക്കും ഇത് ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക. ഇതിൻ്റെ ഒരു ക്രിസ്പിനെസ് പോവുകയില്ല. അത്ര അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. അതുപോലെ തന്നെ ഒരു തുള്ളി പോലും എണ്ണ കുടിക്കുകയില്ല കേട്ടോ. തീരെ എണ്ണ ഒന്നും കുടിക്കാത്ത സ്നാക്കാണ്. കാരണം നമ്മൾ മൈദപ്പൊടിയിലല്ല ഇത് ഇതാക്കിയത്, കോട്ട് ചെയ്തത്. അതുകൊണ്ട് തന്നെ തീരെ എണ്ണയൊന്നും കുടിക്കില്ല. അപ്പോൾ ഇതുപോലെ ഇനി ബാക്കിയുള്ള എല്ലാം ഇതേപോലെ പൊരിച്ചെടുക്കുക. ഇപ്പോൾ ഞാൻ കംപ്ലീറ്റ് പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടല്ലോ, കാണാനുള്ള ഭംഗി പോലെ തന്നെയാണ്, കഴിക്കാനും ഭയങ്കര ക്രിസ്പിയാണ്. അതുപോലെ ഉൾഭാഗം നല്ല സോഫ്റ്റുമാണ്. ഇനിയിപ്പോൾ അടുത്ത സ്നാക്കാണ് കാണിക്കുന്നത്. അതൊരു എരിവുള്ള ഒരു സ്നാക്കാണ്. ഇപ്പോൾ ഞാനിവിടെ ഏത് ചിക്കനാണോ നിങ്ങളെ കയ്യിലുള്ളത് എടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇന്നലെ വാങ്ങിയ അൽബേക്കിൻ്റെ 2 പീസ് ബാക്കിയുള്ളത് ബ്രോസ്റ്റഡ് ചിക്കനാണ്, അതൊന്ന് മുറിച്ചെടുത്തതാണ്. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് നമ്മളെ പൊരിച്ച ചിക്കൻ ബാക്കിയുണ്ടെങ്കിൽ 2 പീസ് അതെടുത്താൽ മതി. ഇനി അതും ഇല്ലെങ്കിൽ പുഴുങ്ങിയ ചിക്കൻ ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ കറിയിലുള്ള 2 പീസ് ചിക്കൻ എടുത്തിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതി.
ഇനിയിപ്പോൾ സെയിം അളവ് തന്നെ ഉള്ളിയും വേണം. 1 കപ്പാണ് ആ ചിക്കൻ ഉണ്ടതിനത്. 1 കപ്പ് തന്നെ ഞാനിതാ ഒരു മീഡിയം സൈസുള്ള ഉള്ളി അരിഞ്ഞ് വെച്ചതാണ്. അതുപോലെ തന്നെ 2 പച്ചമുളക്, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി, കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് കരിവേപ്പില. ഇതിൻ്റെയൊക്കെ അളവ് ഞാനിതാ സ്ക്രീനിൽ എഴുതി കാണിക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടെ ഒന്നിച്ച് ഈ ഒരു പാത്രത്തിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ പൊരിച്ച ചിക്കൻ ആണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റിയാണ് കേട്ടോ. നമ്മൾ കറിയിലിട്ട ചിക്കനോ അല്ലെങ്കിൽ വെള്ളത്തിൽ പുഴുങ്ങിയ ചിക്കനെക്കാട്ടിലും പൊരിച്ച ചിക്കൻ എടുക്കുന്ന സമയത്ത് ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ളതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഗരം മസാലയും കൂടിയാണ് വേണ്ടിയത്. വേറെ പൊടികളൊന്നും ഇല്ലില്ല. ഇനിയിപ്പോൾ വേണ്ടിയ കടലമാവാണ്. ഒരു 1/2 കപ്പോളം കടലമാവ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വേണ്ടിയത് നമ്മളെ അരിപ്പൊടി തന്നെയാണ്, പത്തിരിപ്പൊടി. അതൊരു 1/4 കപ്പാണ് വേണ്ടിയത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം, നമ്മൾ പൊരിച്ച ചിക്കൻ ഇടുന്ന സമയത്ത് ആ ഒരു ചിക്കനിൽ ഉപ്പുണ്ടാവും. ബാക്കിയുള്ള ഉപ്പ് മാത്രമേ നമ്മൾ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഞാനിവിടെ ചേർത്ത അൽബേക്ക് ആയതുകൊണ്ട് അതിൽ കുറച്ച് അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറഞ്ഞ ഉപ്പേ ഞാൻ ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതാ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കാം, നല്ല കട്ടിക്കാണ് നമുക്ക് ഈ ഒരു കൂട്ട് വേണ്ടി കേട്ടോ. ഒരുപാട് അങ്ങ് വെള്ളം ആദ്യം തന്നെ ഒഴിച്ച് പോകരുത്. ലൂസായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഇതിൽ പൊടിയൊക്കെ ചേർക്കേണ്ടി വരും. അപ്പോൾ അങ്ങനെ ആവരുത്. അപ്പോൾ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇത് നന്നായിട്ട് നല്ല കട്ടിക്കാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇപ്പോൾ അത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ കറക്റ്റ് പാകത്തിലാണ് ഉള്ളത്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഉണ്ടോ, ഒന്നിച്ചങ്ങ് ഉരുട്ടിയാലൊക്കെ ഒറ്റ ബോളായിട്ട് വരും. നല്ല കട്ടിക്കാണ് ഇതുള്ളത്. കൈവച്ച് പരത്താൻ പറ്റുന്ന പാകം. ഇനിയിപ്പോൾ എണ്ണ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത സെയിം എണ്ണ തന്നെയാണ്. അതിലേക്ക് ഇതാ നമ്മൾ ഇതിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് ഒന്ന് പരത്തിയിട്ട്, പൊക്കാവട എന്നൊക്കെ പറയുന്ന ആ സാധനമാണിത്. അപ്പോൾ അത് ചെറിയതായിട്ട് ഇതാ നന്നായിട്ട് കൈവച്ചിട്ട് നന്നായിട്ട് പരത്തിയിട്ട് ഇതിലിട്ട് കൊടുക്കുക. നല്ല നൈസായിട്ട് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആവും കേട്ടോ. 1-2 മിനിറ്റ് നമുക്കിത് പൊരിയാൻ ആവശ്യമായിട്ടുള്ളൂ. അപ്പോൾ ഞാൻ നല്ല നൈസായിട്ട് ഇങ്ങനെ കൈവച്ചിട്ട് പരത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ബോൾസ് ആയിട്ട് ഇടണമെങ്കിൽ അങ്ങനെ ഇടാം കേട്ടോ, ഇഷ്ടമുള്ള രീതിയിൽ ഇടാം. ഞാനിങ്ങനെ പരത്തിയിട്ടാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ അതാ ഓരോന്നും ഇങ്ങനെ ആവുന്നതിനനുസരിച്ച് കുറേശ്ശെ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യം ഇട്ടത് ഇതാ ഒന്ന് മറിച്ചിട്ട് കൊടുത്താൽ മതി. അപ്പോൾ അതൊന്നും ഇങ്ങോട്ടേക്ക് സൈഡിലേക്ക് ആവുന്ന സമയത്ത് അടുത്ത ബാച്ച് പിന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വേഗം കഴിയുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ. അത് ഭയങ്കര പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന 2 ഈസി ആയിട്ടുള്ള സ്നാക്കാണ് കാണിച്ചത്. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങളാണ് പഴം. അതുപോലെ തന്നെ ചിക്കനൊക്കെ ഒന്നില്ലെങ്കിൽ കറിയിലോ അല്ലെങ്കിൽ പൊരിച്ചതോ ഒക്കെ ആയിട്ട് എപ്പോഴും ഉണ്ടാവുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് പൊടി കുഴച്ച് പരത്തി മുറുക്കി അങ്ങനത്തെ ഒന്നുമില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ടേസ്റ്റിയാണ് കേട്ടോ. ഇത് ഉണ്ടാക്കി നോക്കിയിട്ട് തന്നെ അഭിപ്രായം പറയണം. അടിപൊളി ടേസ്റ്റിയാണ്. അപ്പോൾ ഓരോന്നോരോന്ന് ആവണതിനനുസരിച്ച് നമുക്കിതങ്ങനെ ഫ്രൈ ചെയ്തത് കോരി മാറ്റുകയും ചെയ്യാം. ഇപ്പോൾ അതെല്ലാം ഞാനിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്, പ്ലേറ്റിലിട്ട് വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ടുള്ള സ്നാക്കാണ്. ഇതും ഒരുപാട് നേരം ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഉണ്ടാവുക കേട്ടോ. നല്ല ടേസ്റ്റുമാണ്, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഈ 2 സ്നാക്കും ഇഫ്താറിനുകളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനിയിപ്പോൾ അടുത്ത ഞാൻ പറഞ്ഞല്ലോ ഒരു ഡ്രിങ്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വത്തക്കാണ് എടുത്തത് കേട്ടോ. ഞാൻ നന്നായിട്ട് ചെറുതാക്കി കത്തിയോണ്ട് ഇങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സോക്ക് ചെയ്തിട്ടുള്ള ചിയാ സീഡാണ് ഇടുന്നത്. ചിയാ സീഡോ അല്ലെങ്കിൽ സബ്ജാ സീഡോ ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. രണ്ടും രണ്ടെണ്ണമാണ്. അപ്പോൾ രണ്ടും ഏതാണ് നിങ്ങളുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ അത് കുറച്ച് മധുരത്തിന് ഞാനിവിടെ മിൽക്ക് മെയ്ഡാണ് ചേർക്കുന്നത് കേട്ടോ. അതിനൊന്നും അങ്ങനെ ഒരു കറക്റ്റ് അളവില്ല. പിന്നെ കുറഞ്ഞ അളവിൽ പാലും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് മതിയേ, കാരണം വത്തക്ക ആയതുകൊണ്ട് അതിൽ നിന്നുള്ള വെള്ളം നല്ലോണം ഉണ്ടാവും. പിന്നെ ഒരുപാട് അങ്ങ് പാലിൻ്റെ ആവശ്യമില്ല. കുറഞ്ഞ അളവിൽ മാത്രം പാല് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്ത് കൊടുക്കുക കേട്ടോ. കംപ്ലീറ്റ് ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ലാസ്റ്റ് ഒരു സാധനം കൂടെ അതിൽ ചേർക്കാനുള്ളൂ. ആദ്യം ഇതൊന്ന് ആ ഒരു മിൽക്ക് മെയ്ഡ് ഒന്ന് എല്ലായിടത്തും ആയിക്കോട്ടെ. മധുരത്തിന് മിൽക്ക് മെയ്ഡ് ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റാണ്. ഇനി അത് വേണ്ടാന്നുണ്ടെങ്കിൽ പകരം പഞ്ചസാര ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. ഇനി മധുരം ഇല്ലാണ്ട് വത്തക്കയിൽ മധുരം ഉണ്ടല്ലോ, ആ ഒരു മധുരം മാത്രം മതി എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. ഇഷ്ടമുള്ള പോലെ ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റാണിത്. ഇനി ഇതിൽ ലാസ്റ്റ് ചേർക്കുന്നത് റൂഅഫ്സ് ആണ് കേട്ടോ. റൂഅഫ്സ് ആണ് ഞാൻ ചേർക്കുന്നത്. ഒരു 2-3 ടേബിൾ സ്പൂണൊക്കെ മതിയാവും. എന്നിട്ട് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ഫ്ലേവർ ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. ഇതാകുമ്പോൾ ഇങ്ങനെ മുറിച്ചിട്ടതായതുകൊണ്ട് നമുക്ക് കഴിക്കാനും ഉണ്ടാവും കുടിക്കാനും ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്കാണ്. നമുക്ക് ശരിക്കും ബാങ്ക് കൊടുക്കുന്ന സമയത്ത് നോമ്പ് തുറന്ന ഉടനെ ഈത്തപ്പഴം കഴിച്ച് കഴിഞ്ഞാൽ വെള്ളം കുടിച്ചിട്ട് ഇത് മാത്രം കഴിച്ചിട്ട് നമുക്ക് പള്ളിയിലേക്ക് പോകാം. നിസ്കാരമൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷമല്ലേ പിന്നെ നമുക്ക് സ്നാക്കൊക്കെ കഴിക്കേണ്ടിയുള്ളൂ. അപ്പോൾ അത് ഞാൻ തണുക്കാൻ വേണ്ടി ഒരു കുപ്പിയിലേക്ക് മാറ്റിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാണ്. 2 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാനും പറ്റും കേട്ടോ അത് ഉണ്ടാക്കി കഴിഞ്ഞാൽ. അപ്പോൾ ഇന്ന് കാണിച്ച ഈ ഒരു 2 സ്നാക്കും ഈ ഒരു വത്തക്കൻ്റെ ഡ്രിങ്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ. എന്തെങ്കിലും ഒരു ഇമോജി ആയിട്ടുണ്ടെങ്കിലും ഇട്ടാൽ മതി. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത നല്ലൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് കാണാം. അസ്സലാമു അലൈക്കും.